നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചതയ നക്ഷത്രത്തിലൂടെ ഗണവിശേഷങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരുന്നു. ഇത്തവണ നമ്മൾ പറയുന്നത് ഇവരുടെ ചതയ നക്ഷത്രത്തിലൂടെ മൃഗം പെൺകുതിരയാണ്. അപ്പം എന്തുകൊണ്ടാണ് മഹർഷീശ്വരന്മാർ പെൺകുതിരയെ ചതയ നക്ഷത്ര ജാതകരുടെ മൃഗമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത്? ആ മൃഗ നിർവചനവും ഈ നക്ഷത്ര ജാതകരുടെ സ്വഭാവവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം ഉണ്ടാകുമോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിട്ടുള്ള നക്ഷത്ര ഗുണസവിശേഷതകളെ സംബന്ധിച്ച് ജ്യോതിഷകൽപ്പം എന്ന ഈ ചാനലിലും ചിന്താമണിയും എന്ന നമ്മളുടെ മാതൃ ചാനലിലും ഒന്നിലധികം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിന്നിവിടെ ചതയ നക്ഷത്ര ജാതകരുടെ മൃഗമായ പെൺകുതിരയെ സംബന്ധിച്ച് ഇവരുടെ ജീവിതവുമായിട്ടുള്ള സാമ്യങ്ങൾ വിലയിരുത്തിയാൽ പെൺകുതിരയ്ക്കുള്ളൊരു പ്രത്യേകത, കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള ഒരു മൃഗമാണ് കുതിര. വളരെ ഭൂലോക സൗന്ദര്യം അല്ലെങ്കിൽ ത്രിലോകങ്ങളിലും വെച്ച് ഉത്തമമായിട്ടുള്ള സൗന്ദര്യമെന്നും നമുക്ക് വിലയിരുത്തുവാൻ എല്ലാ പെൺകുതിരകളിലെയും കഴിയില്ല. എങ്കിലും മോശമാണ്, വൈരൂപ്യമാണെന്നാരും പറയില്ല. ഐശ്വര്യമുള്ള ഒരു മുഖശ്രീ പെൺകുതിരകൾക്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും അവർ വലിയ സുന്ദരന്മാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരില്ലെന്നല്ല പറയുന്നത്. ഭൂരിഭാഗം ആൾക്കാരെ എടുത്താലും അതീവ സുന്ദരികളും സുന്ദരന്മാരുമാണെന്നുള്ള വാദത്തിന് നിൽക്കുന്നില്ല ഞാൻ. എന്നാൽ അവർ കാഴ്ചയിൽ ഐശ്വര്യമുള്ളവരായിരിക്കും, ഭംഗിയുള്ളവരായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള കണ്ണുകളും വളരെ മനോഹരമായിട്ടുള്ള പുരികങ്ങളും നോട്ടങ്ങളും ശ്രദ്ധയുമൊക്കെ പെൺകുതിരയ്ക്ക് എത്രത്തോളം മഹത്തരവും മഹനീയവുമായിട്ട് തോന്നുന്നുവോ അതിനേക്കാൾ ഉപരി ശ്രേഷ്ഠതയോട് കൂടെ ഈ നക്ഷത്ര ജാതകരും അത്തരത്തിലുള്ള സാമ്യം കാണുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ പെൺകുതിരകളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അതിൻ്റെ രോമങ്ങൾ, പ്രത്യേകിച്ച് തലയിലുള്ള രോമങ്ങൾ, തലമുടിയുമായിട്ട് പോലെയൊക്കെ തോന്നിക്കുന്ന കുറുനിരകൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രോമകൂപങ്ങളൊക്കെ വളരെ ആകർഷണീയതയാണ്. അതുപോലെ തന്നെ ചതയ നക്ഷത്രജാതകരെ സംബന്ധിച്ചും അവരുടെ ബാല്യ യൗവന കാലത്തിലാണെങ്കിൽ പോലും അവരുടെ കുറനിരകൾ എന്ന് പറയുന്ന നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നതടക്കമുള്ള മുടിയുടെ ആ ഒരു സീൻ, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരു ഇത് വളരെയേറെ ആകർഷണീയതയായിട്ട് മറ്റുള്ളവർക്ക് തോന്നാറുണ്ട്. പെൺകുതിരകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേഗതയാണ്. വളരെയേറെ വേഗത കുതിരകൾക്കുണ്ട്. അത്തരത്തിൽ ഇവരെ സംബന്ധിച്ചും ഏത് കാര്യത്തിലും ചടുലമായിട്ട് വേഗതയോടുകൂടി എത്തി അത് പരിഹരിക്കണം എന്ന് ഇവർ വിചാരിച്ചാൽ വളരെ വേഗതയോടുകൂടി എത്തി അവ പരിഹരിക്കുവാനായിട്ടുള്ള പരിശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിലുപരിയായിട്ട് ഇവരെ സംബന്ധിച്ച് പെൺകുതിരയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം വേഗത്തിലുള്ള നടത്തം, വേഗത്തിലുള്ള ഭക്ഷണ രീതി, അതുപോലെ തന്നെ സംസാരത്തിലുള്ള വേഗത, ചിന്തയിലുള്ള വേഗത, ചില കാര്യങ്ങളിൽ ഇവർ ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പ് എറിയുക എന്ന് പറയുന്നത് പോലെയുള്ള അതിബുദ്ധിശാലിത്വം ഇവയും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പെൺകുതിരകൾക്കുള്ള മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അതുങ്ങളുടെ കുഞ്ഞുങ്ങളോട് വളരെയേറെ അടുത്തിടപഴകുന്ന ഒരു പ്രകൃതക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ സന്താനങ്ങളോട് എന്തെന്നില്ലാത്ത മറ്റൊരു മാതാപിതാക്കൾക്കും ഇല്ലാത്തത്ര വാത്സല്യവും സ്നേഹവും ഉണ്ടായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയേറെ കർശന നിബന്ധനകളും നിയമങ്ങളുമാകുന്ന രീതിയിലായിരിക്കും ഇവർ പുറത്ത് കാണിക്കുക. അത് പലപ്പോഴും പല മക്കളും ഇവർ ദയയില്ലാത്തവരാണ്, ഇവർ സ്നേഹമില്ലാത്തവരാണ്, ഇവർ ഞങ്ങളെ ജനിച്ചു പോയത് തന്നെ ശാപമാണെന്ന് കരുതുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുകയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാനുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മക്കൾ എൻ്റെ മക്കളായിരിക്കണം.
ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിച്ചും നടക്കുന്നത് എൻ്റെ മക്കളായിരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത സാധാരണ മക്കളെ മാതാപിതാക്കൾ കരുതുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു കരുതൽ ഇവരുടെ മനസ്സിൽ ഉണ്ടാകുന്നത് കൊണ്ടും ഇവരുടെ മനസ്സിൽ മറ്റുള്ള മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹവാത്സല്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിബന്ധനകൾക്കും നിർബന്ധങ്ങൾക്കും ഇവർ നിൽക്കുന്നത്. പക്ഷേ അത് പല മക്കളും മനസ്സിലാക്കുന്നില്ല എന്നൊരു ദയനീയ സാഹചര്യം ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഒരിക്കലും സ്വന്തം മക്കൾ ചീത്തയായിട്ട് പോകാനല്ല അവരെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കാരണം എൻ്റെ മക്കളായിരിക്കണം ഈ ലോകത്തിലേക്കുള്ള ഏറ്റവും നല്ല മക്കൾ എന്ന് പറയുന്ന ചിന്ത ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചതയ നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾ അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉരുകി സ്വയം ഇല്ലാതായി ജീവിക്കുമ്പോൾ മക്കളാകട്ടെ മാതാപിതാക്കളെ ശത്രുപക്ഷത്തേക്ക് ഒന്നാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ദയനീയ സാഹചര്യവും പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പെൺകുതിരയ്ക്കുള്ളത് പോലെ തന്നെ ഉള്ളൊരു കൂടുതലായിട്ടൊരു ഇൻറ്റിമസി മക്കളോട് കാണിക്കുന്ന വിഭാഗക്കാരാണ്. അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു മറ്റൊരു പ്രത്യേകത, പെൺകുതിരയുമായിട്ട് സാമ്യം ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് അല്ലെങ്കിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടെ പരിസരം വീക്ഷിക്കുന്ന ഒരു സ്വഭാവം പെൺകുതിരയ്ക്കുണ്ട്. ഒരു പക്ഷേ അത് വീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തോ ആലോചിക്കുകയാണെന്ന് പോലും നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അതുപോലെ തന്നെ ചുറ്റുപാടുകളെ വിശദമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇവർ ഓരോ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുക. പക്ഷെ അവിടെയും അവർക്കൊരു അബദ്ധം പറ്റും. വളരെ ബുദ്ധിസാമർഥ്യമുള്ള, വളരെ കഴിവുള്ള, വളരെ ബുദ്ധിമതികളായിട്ടുള്ളവരായിട്ടാണ് ഇവർ ജീവിതത്തിൽ കാണുന്നതെങ്കിലും അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇവരെ ഉപദേശം സ്വീകരിക്കുന്നത് ലോകമണ്ഡന്മാരോടോ സ്വാർത്ഥന്മാരോടോ ആയിരിക്കും. അതായത് വളരെയേറെ ബുദ്ധിശാലികളാണ്, വളരെയേറെ തന്ത്രജ്ഞാനികളാണ്, വളരെയേറെ യുദ്ധതന്ത്രം പഠിച്ചവരാണെന്നൊക്കെ നമ്മൾ പുറമേ നോക്കുമ്പോഴും ചില വലിയ അബദ്ധങ്ങളിൽ പോയി വീഴാറുണ്ട്. അത് ഇവരുടെ ഉപദേശകരായിട്ടോ ഇവരുടെ സുഹൃത്തുക്കളായിട്ടോ വരുന്ന ചില സ്വാർത്ഥന്മാരുടെ ഇടപെടൽ കൊണ്ടായിരിക്കും അവരെങ്ങനെ ദിശാബോധം തെറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ചവർക്ക് വിശ്വാസവഞ്ചന നേരിടേണ്ടി വരുന്ന ഒരു നക്ഷത്രയാത്രയാണ്. പെൺകുതിരയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറയുന്ന ഈ പറഞ്ഞതെല്ലാം അഴക്, ആയുസ്, പുത്രവാത്സല്യം, വേഗത, വൃത്തി, ഭംഗി ഇവയെല്ലാം ഉള്ളപ്പോൾ തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന സകല ശ്രേഷ്ഠതകൾക്കും വിരുദ്ധമായ നിലയിലൂടെ സഞ്ചരിക്കുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് സ്ഥിരമായിട്ട് ഇന്നത് മതി, ഇന്നത് കൊണ്ടേ പോകൂ എന്നൊന്നുമില്ല. കുടിലാണെങ്കിലും കിടക്കും, കൊട്ടാരത്തിലാണെങ്കിലും കിടക്കും, കഞ്ഞിയാണെങ്കിലും കഴിക്കും, ഫ്രൈഡ് റൈസ് ആണെങ്കിലും കഴിക്കും. കാരണം വലിപ്പച്ചെറുപ്പമില്ല, ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേർന്ന് പോകുവാൻ ശക്തരും കഴിവുള്ളവരാണ്. ഇവരുടെ ഈ നക്ഷത്രയാത്രയുടെ ജീവിതം പൊതുവെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഇവരെ സംബന്ധിച്ച് ഇവരോട് തന്നെ യുദ്ധം ചെയ്ത് ജീവിതം തീർക്കുന്നവരാണ്. കാരണം അനാവശ്യമായിട്ടുള്ള യാതൊരു തരത്തിലും അവർക്ക് ഇടപെടേണ്ട കാര്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ ചെന്ന് ഇടപെടുക, അവർ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇടപെടുന്നു എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ സംഗതി രൂക്ഷമായി കഴിയുമ്പോൾ ഇവരിടപെടുന്ന വിഷയത്തിൻ്റെ ഗൗരവം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെന്ന് പറയുന്നവർ അപ്രത്യക്ഷരാകുകയും ആ വിഷയത്തിൽ സത്യത്തിൽ ഇവരിൽ നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്യേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇവർക്ക് ചുറ്റും നിൽക്കുന്നവരുടെ വിരോധം പലപ്പോഴും ഇവർ സമ്പാദിച്ചു കൂട്ടുന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇവരുടെ നേട്ടങ്ങളെ മുൻനിർത്തി മാത്രമല്ല, മറ്റു പലരുടെയും നേട്ടങ്ങൾക്കും മറ്റു പലരുടെയും വിഷയങ്ങൾക്കും വേണ്ടി ഇവർ ഇറങ്ങിച്ചെന്ന് പൊതുവിൽ ഒരു വലിയ ശത്രുതാ വലയം ഇവർ സ്വയം ഉണ്ടാക്കി വെക്കാറുണ്ട്. അത്തരത്തിലുള്ള ശത്രുതാ വലയത്തിൻ്റെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ജീവിതം തീർന്നു പോയ ഒരുപാട് ആളുകളുടെ ജാതകങ്ങൾ പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കാര്യമില്ലാത്ത വിഷയത്തിലേക്ക് കയറി പോകും. അവനവൻ്റെ ജീവിതം കരിപിടിപ്പിക്കാൻ നോക്കാതെ
അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടുന്ന പരിശ്രമം നടത്തി അതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ നോക്കാതെ പൊതുകാര്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരുന്ന വില ഇവരുടെ ജീവിതം തന്നെയാണ് എന്നിവർ തിരിച്ചറിയുമ്പോഴേക്കും ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന് പറയുന്ന തരത്തിലെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മുൻപും പിൻപും നോക്കാതെയുള്ള ഇവരുടെ ഒരു പ്രവർത്തനമായിരിക്കും ഇവർക്ക് പലപ്പോഴും വിനയായിട്ട് വരിക. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള പിന്നിൽ നിന്നുള്ള കൂട്ട്, ഇതുമൊക്കെ ഇവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ തുടർന്നു വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താം. താൽക്കാലികമായിട്ട് നമ്മളിതിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചതയ നക്ഷത്രത്തെക്കുറിച്ച്, നക്ഷത്ര വിശദങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്താമണി എന്ന ചാനലടക്കം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.